السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ 25 നബിമാരുടെ പേര് എടുത്ത് അല്ലാഹു പറയുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിൽ ആ പ്രവാചകന്മാര് എന്ത് ചെയ്തു, ആരോട് പറഞ്ഞു, എന്തായിരുന്നു അവരുടെ സങ്കടം എന്നതൊക്കെ ഖുർആനിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ കേവലം ചരിത്രം പറയുന്ന ഒരു ചരിത്ര പുസ്തകം അല്ല, അല്ലെ? ഒരു താരീഖിന്റെ കിതാബാണ് ഖുർആൻ അല്ല. കഥ പറയുന്ന ഒരു കഥാപുസ്തകമാണോ? അല്ല. ഖസസുകൾ മാത്രം പറഞ്ഞ് ജനങ്ങളെ രസിപ്പിക്കുന്ന ഒരു കഥാപുസ്തകമല്ല ഖുർആൻ. ഉപമകളും ഉദാഹരണങ്ങളും മാത്രം വിശദീകരിക്കുന്ന ഒരു ഉപമാ ഗ്രന്ഥം, ഒരു ഉദാഹരണങ്ങൾ പറയുന്ന, മിസാലുകൾ പറയുന്ന, ഹിക്കമകൾ പറയുന്ന ഒരു ഗ്രന്ഥവുമല്ല. മറിച്ച് ഖുർആനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായ വഴി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗ ദർശനമാണ് ഖുർആൻ, മാർഗനിർദ്ദേശിയാണ് ഖുർആൻ. ഇങ്ങനെയുള്ള ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണമെന്നും, എങ്ങനെ നല്ല ഒരു മനുഷ്യനാവണമെന്നും, എങ്ങനെ നല്ലൊരു വിശ്വാസമുള്ള നല്ലൊരു മുഅ്മിനായി, നല്ലൊരു മനുഷ്യനായി, നല്ല ഒരു ബാപ്പയായി, നല്ല ഒരു സഹോദരനായി, നല്ല ഒരു ജോലിക്കാരനായി, നല്ല ഒരു മുതലാളിയായി, നല്ല ഒരു മകനായി തുടങ്ങി ഏറ്റവും നല്ല മനുഷ്യൻ, അതവൻ ഏത് മേഖലയിലായാലും എങ്ങനെ അവൻ ഏറ്റവും നല്ലവനാവാം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് സ്ത്രീയാവട്ടെ, നല്ലൊരു ഉമ്മ എങ്ങനെയാവണം, നല്ലൊരു ഭാര്യ എങ്ങനെയാവണം, നല്ലൊരു ഭർത്താവ് എങ്ങനെയാവണം, നല്ലൊരു കുടുംബം എങ്ങനെയാവണം, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുകയാണ്. അപ്പം ഈ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് മാർഗനിർദ്ദേശം നൽകാൻ, ഹിദായത്ത് നൽകാൻ അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിൽ അല്ലാഹു ചില ചരിത്രങ്ങൾ പറയുകയാണ്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ചരിത്രങ്ങൾ കേവലം ചരിത്രം പഠിപ്പിക്കാനല്ല, ഈ പറയുന്ന നല്ല ഒരു മനുഷ്യനാവാൻ ആവശ്യമായ കാര്യങ്ങൾ ആ ചരിത്രത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നല്ലൊരു മുഅ്മിനാവാൻ, നല്ല ഒരു മുവഹിദാവാൻ ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ചരിത്രം, അല്ലാണ്ട് ആ ചരിത്രം പഠിപ്പിക്കൽ ലക്ഷ്യമല്ല.
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഒരു സൂറത്ത് മുഴുവനും ആ കഥ അങ്ങനെ പറയാണ്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ബോറടി മാറ്റാൻ നല്ലൊരു രസകരമായ ഒരു ചരിത്രം കിടക്കട്ടെ, അതിനാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. കാരണം ഖുർആനിന്റെ ലക്ഷ്യം അതല്ല. ഖുർആന്റെ ലക്ഷ്യം ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമാണ്, ജനങ്ങളെ തൗഹീദ് പഠിപ്പിക്കലാണ്, ജനങ്ങളെ അള്ളാഹുവിനെ പഠിപ്പിക്കലാണ്, ജനങ്ങളെ ദീൻ പഠിപ്പിക്കലാണ്, ജനങ്ങളെ ആഖിറത്തിലേക്ക് ഉത്ബുദ്ധരാക്കലാണ്. നാളെ പരലോകത്ത് അവൻ സ്വർഗത്തിലെത്താൻ വേണ്ടി അവൻ ആവശ്യമായതെന്തോ അത് നൽകലാണ് ഖുർആൻ. അങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശാലമായ ചരിത്രം എല്ലാം അത് പറഞ്ഞതിനാണ്. അതെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഉടമസ്ഥനായ അള്ളാഹു ജനങ്ങളെ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രത്തൊക്കെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം തുടങ്ങി ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ്. നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ചില ആളുകളൊക്കെ ആ ചരിത്രങ്ങളെ പാട്ടാക്കി, അല്ലെ, നല്ല പാട്ടാക്കി, പാട്ട് പാടി അവർ പൈസയാക്കി. ചിലര് നല്ല മനോഹരമായ നോവലുകൾ എഴുതി ആ ചരിത്രങ്ങൾ വെച്ചുകൊണ്ട്. ചിലര് സിനിമയാക്കി, അല്ലെ, സിനിമയാക്കി, നല്ല സിനിമയാക്കി, നല്ല മാർക്കറ്റും കിട്ടി. ചില ആളുകൾ കഥാപ്രസംഗാക്കി. യൂസുഫ് നബിന്റെ ചരിത്രവും മൂസാ നബിന്റെ ചരിത്രം കഥാപ്രസംഗം, ഇടയ്ക്ക് പാട്ടും ഇടയ്ക്ക് പ്രസംഗം. അങ്ങനെ കുറെ ആള് പൈസ ഉണ്ടാക്കി, കുറെ ആളെ ഹരം കൊള്ളിച്ചു. നോക്കിയേ, പരിശുദ്ധ ഖുർആനുള്ള ചരിത്രങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാ, ഈ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങൾ കഥാപുസ്തകമാക്കാനുള്ളതല്ല, കഥാപ്രസംഗം പറയാനുള്ളതല്ല, പാട്ടായി പാടി ഹരം കൊള്ളിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഗദ്യമാക്കി പദ്യമാക്കി അതിനെ ജനങ്ങളെ ഒരു ഇമോഷണൽ രീതിയിൽ അവരെ ആസ്വദിപ്പിക്കാനുള്ളതല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതിസൂക്ഷ്മമായി കൊണ്ട് ഓരോ ചരിത്രത്തിന്റെയും ഓരോ നിമിഷങ്ങളിലും നമ്മെ വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അതിൽ ഒന്ന്, പ്രവാചകന്മാർ, ഖുർആനിൽ അള്ളാഹു പേര് പറഞ്ഞ പ്രവാചകന്മാരുടെ ദുആകൾ, പ്രാർത്ഥനകൾ അള്ളാഹു എടുത്തു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. എടുത്തു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇത് പറയുന്നത് നാം പറഞ്ഞു പരിശുദ്ധ ഖുർആനിന്റെ ആകത്തുക തൗഹീദാണ്. ആ തൗഹീദ് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരുടെ ചരിത്രം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിന്റെ തൗഹീദാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ അത് ആ കണ്ണുകൊണ്ട് വായിച്ചാലേ നമുക്ക് തിരിയുള്ളൂ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജ്യേഷ്ഠന്മാര് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ യൂസുഫ് ഇങ്ങനെ വെറുതെ ഇവിടെ ചടഞ്ഞിരിക്കുകയാണ്, ബാപ്പ എവിടെയും അവനെ വിടുന്നില്ല, നമ്മളെ കൂടെ വിട്, യൂസുഫ് നമ്മളെ കൂടെ വരട്ടെ, അവൻ കളിക്കട്ടെ, രസിക്കട്ടെ നമ്മുടെ കൂടെ, ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം, നമ്മൾ സംരക്ഷിച്ചോളാം. യാക്കൂബ് നബിക്ക് പ്രത്യേക പ്രിയമാണ് യൂസുഫ് നബിയോട്. അതേപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചു പോവോ എന്നുള്ളൊരു ബേജാറും. ആ രൂപത്തിലാണ് യൂസുഫിനോട് സ്നേഹിക്കുന്നത്. ഷൈത്താൻ സഹോദരന്മാർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കി, യൂസുഫിനെ എങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ബാപ്പ നിങ്ങൾക്ക് കിട്ടാതെ പോകും, ബാപ്പ യൂസുഫിനെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ യൂസുഫിനെ എന്തെങ്കിലും ചെയ്താൽ ബാപ്പയുടെ മുഖം അല്ലെങ്കിൽ ബാപ്പാനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് അവർ പ്ലാൻ ഉണ്ടാക്കുന്നത്. ചിലർ പറഞ്ഞു, ഓ യൂസുഫ, യൂസുഫിനെ കൊന്നുകളാം, അങ്ങ് തീർത്തേക്ക്. ജ്യേഷ്ഠന്മാര് അനിയനെ കുറിച്ച് ചർച്ച ചെയ്യാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നുകളയുക. അപ്പം ഒരാൾ പറഞ്ഞു, യഹൂദ എന്ന് പേരുള്ള ഒരു ജ്യേഷ്ഠൻ പറഞ്ഞു, വേണ്ട, യൂസുഫിനെ കൊല്ലണ്ട, നമുക്ക് നമുക്ക് മരുഭൂമിയില് ജുബ് പൊട്ടക്കിണറ്റിലെറിയാം. നമ്മൾ കൊന്നുന്നാവണ്ട, നമ്മൾ കൊന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞാൽ അതിനെ അവിടുന്ന് മരിക്കേ, അവിടുന്ന് ഏതെങ്കിലും യാത്രാ സംഘം വന്ന് കൊണ്ടുപോവേ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്താ ചെയ്യാം, പൊട്ടക്കിണറ്റിൽ കൊണ്ടിടാം. അങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബാപ്പാനോട് സംസാരിച്ച് എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് യൂസുഫ് നബിയെ കൊണ്ടുപോകുന്ന ജ്യേഷ്ഠന്മാര്. അള്ളാഹു വലിയൊരു ചരിത്രം, അള്ളാഹുവിനെ പഠിപ്പിക്കാൻ
ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന, ചെറുപ്പം മുതൽ നടന്ന ഒരു സ്വപ്നം മുതൽ നടന്ന ഒരു സംഭവത്തെ പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് മാർഗനിർദ്ദേശം എന്നും പറഞ്ഞൊരു ഖുർആനിൽ ഒരു പ്രവാചകന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹിനെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു എങ്ങനെയാണ് മനുഷ്യരിൽ ഇടപെടുന്നത്, എങ്ങനെയാണ് അള്ളാഹു കരുക്കൾ നീക്കുന്നത്, എങ്ങനെയാണ് അള്ളാഹു ഇടപെടുന്നത്, മനുഷ്യരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നത്, മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഗണിക്കുന്നത്, അത് പരിഹരിക്കുന്നത് എന്നത് പഠിപ്പിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജ്യേഷ്ഠന്മാരെ കൊണ്ടുപോയി. യാക്കൂബ് നബി നോക്കി നിന്നു. കണ്ണെത്തും ദൂരം വരെ പൊന്നുമോനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി നിന്നു. കണ്ണിൽ നിന്നും മറഞ്ഞു. ബാപ്പയുടെ കണ്ണിൽ നിന്നും മറഞ്ഞു എന്ന് കണ്ടത് മുതൽ അവർ ജ്യേഷ്ഠന്മാർ യൂസുഫിനെ അടിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. അനിയനൊന്നും തിരിയുന്നില്ല. സന്തോഷത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ഇക്കാക്കന്മാരുടെ കൂടെ കയ്യും പിടിച്ച് മുമ്പോട്ട് നടന്ന് യൂസുഫ് നബി കടികിട്ടാൻ തുടങ്ങി. ഒരുപാട് മർദ്ദിച്ചു. അങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരെല്ലാരും കൂടി വലിച്ച് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു. ഒന്നും തിരിഞ്ഞിട്ടില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സമയം തന്നെ അള്ളാഹു പറഞ്ഞു, അവര് തീരുമാനമെടുത്തു. അങ്ങനെ അവര് പൊട്ടക്കെട്ടിലേക്ക് ഇട്ടു. ആ സമയം തന്നെ യൂസുഫിനെ ഞാൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് യൂസുഫ് ഇവരോട് സംസാരിക്കുമെന്നത് ഞാൻ ഉത്ബോധനം നൽകി യൂസുഫിന്. മുസ്ലിങ്ങൾ പറഞ്ഞു, ആ പൊട്ടക്കെട്ടിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതിനെക്കുറിച്ച് പിന്നീട് ഇവരോട് സംസാരിക്കേണ്ട അവസ്ഥ വരുമെന്നുള്ളത് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് എന്നാണ്. പൊട്ടക്കെട്ടിലേക്ക് വീകുന്നു. അവർ തിരിച്ചു പോകുന്നു. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകം, യൂസുഫിനെ നിങ്ങൾ കൊണ്ടുപോയാൽ ഇന്നി അഖാഫു അയ്യഅകുലഹു الذئب, യൂസുഫിനെ ചെന്നായ പിടിക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അവനെ ചെന്നായ കടിച്ചാലോ ചെന്നായ പിടിച്ചാലോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചത് കേവലം ഭൗതികമായിട്ട് അള്ളാഹു അനുവദിച്ച ഒരു പേടിയാണ്. അള്ളാഹു അനുവദിച്ചതാണ് അല്ലെ, അങ്ങോട്ട് പോണ്ട, അവിടെ നായ ഉണ്ടാവും, അല്ലെങ്കിൽ പാമ്പുണ്ടാവും. അത് തബീഇയായ പേടിയാണ്, ഖൗഫാണ്. അതെല്ലാവർക്കും ഉണ്ടാവും. അതുണ്ടാവുമ്പോഴാണ് മനുഷ്യൻ നോർമലാവുന്നത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞതും തബീഇയ. പക്ഷേ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന പ്രവാചകനിൽ നിന്നും അത്തരമൊരു പേടി പോലും ഉണ്ടാവരുത് എന്ന ഒരു തഅദീബാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നഷ്ടത്തിലൂടെ അള്ളാഹു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ. അതായത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയത് എന്തിനാ? ശിക്ഷയാണോ? അല്ല. പ്രവാചകന്മാർ അള്ളാഹു ശിക്ഷിക്കുകയല്ല, അവരെ അള്ളാഹു പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെ അള്ളാഹു തഅദീബ് നടത്തുകയാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ടെറിഞ്ഞോടാണ്, ദഅവത്ത് ദഅവത്ത് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ടാണ് യൂനുസ് നബി ഓടുന്നത്. അങ്ങനെയാണ് അള്ളാഹു തർത്തീബ് ഉണ്ടാക്കി യൂസുഫിനെ കടലിൽ വീഴേണ്ട അവസ്ഥ ഉണ്ടാക്കി അങ്ങനെ മത്സ്യം വിഴുങ്ങുന്നത്. അത് ശിക്ഷയല്ല, അത് പഠിപ്പിക്കലാണ്, അദബ് പഠിപ്പിക്കലാണ്, മര്യാദ പഠിപ്പിക്കലാണ്. യൂനുസ് നബി പഠിച്ചു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു, മോനെ ചെന്നായി പിടിക്കൂലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയെ നഷ്ടപ്പെടുത്തിയിട്ട് യാക്കൂബ് നബിയെ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. രണ്ടാമത്തെ അവസ്ഥ, യൂസുഫ് നബി നഷ്ടപ്പെട്ടു. ചരിത്രം വിശാലമാണ്. യൂസുഫ് നബി നഷ്ടപ്പെട്ടു, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു അല്ലെ. നഷ്ടപ്പെട്ട യൂസുഫ് നബിയെ യാത്രാ സംഘം വന്നിട്ട് വെള്ളം കോരാൻ ആളെ വിട്ടു. ബക്കറ്റ് താഴ്ത്തി വെള്ളം കോരി. ഗയാബത്തിൽ ജുബ് എന്ന് പറഞ്ഞാൽ, പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ താഴെ കാണൂല. അതായത് ചിലപ്പോ അതിന്റെ ഓർഡർ തന്നെ ശരിയായിരിക്കൂല, ഡയറക്റ്റ് ആയിരിക്കൂല. ആ രൂപത്തിലേക്ക് എനിക്ക് കിണറുണ്ടാവുക. അതുകൊണ്ട് തന്നെ തൊട്ടി താഴ്ത്തിയാൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് എന്നറിയണമെങ്കിൽ എങ്ങനെ തിരിയാ? ഒന്നിച്ചു നോക്കുമ്പോ കനുണ്ടാവും. അല്ലാതെ നമ്മൾ താഴ്ത്തിയ ബക്കറ്റും കാണൂല, വെള്ളത്തിൽ തട്ടി ശബ്ദവും കേൾക്കൂല. അത്ര ആഴത്തിലായിരിക്കും സംഗതി ഉണ്ടാവുക. അതാണ് അങ്ങനത്തെ കിണറുകൾക്ക് അങ്ങനെ പറയാം. അങ്ങനെ പൊന്തിച്ചു നോക്കിയപ്പോ ഒരു കനം. അങ്ങനെയാണ് യാത്രാസംഘം ബക്കറ്റ് പൊന്തിച്ചു നോക്കിയത്. പൊന്തിച്ചു നോക്കി എടുത്തെത്തും വെള്ളം എന്ന് കരുതിയിട്ടാണ് എടുക്കുന്നത്. എത്തി നോക്കുമ്പോണ്ട് ഒരു കുഞ്ഞ്, സുന്ദരനായ ഒരു ബാലൻ.
സന്തോഷം കൊണ്ട് പറഞ്ഞു, ഇതൊക്കെ നമുക്ക് നല്ലൊരു കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് ചന്തകളിൽ അടിമകളെ വിൽക്കുന്ന കാലമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ കിട്ടുക എന്നുള്ളത് അവർക്ക് നല്ല പൈസ ഉണ്ടാക്കാനുള്ള സംഗതിയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമായി, നമുക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവര് യൂസുഫ് നബിയെ വിറ്റു ചന്തയിൽ പോയിട്ട്. ബിദറാഹിമ മഅദൂദ, തുച്ഛമായ വിലക്ക്, കിട്ടുന്ന വിലക്ക് എടുത്തോ. അങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ ചന്തയിൽ അടിമ മാർക്കറ്റിൽ ഒരു വിൽപ്പന ചരക്കായിട്ട് കിടക്കുന്നത്. ഇതൊന്നും ആരറിയുന്നില്ല. യാക്കൂബ് നബിയോ സഹോദരന്മാരൊന്നും അറിഞ്ഞില്ല. യാക്കൂബ് നബിക്ക് മോൻ പോയി. യാക്കൂബ് നബിക്ക് മോൻ എന്ത് സംഭവിച്ചെന്ന് യാക്കൂബ് നബിക്ക് അറിയോ? അതായത് അറിയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ചരിത്രം അള്ളാഹ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. യാക്കൂബ് നബി അള്ളാഹുവിന്റെ നബിയാണ്. അള്ളാഹുവിന്റെ നബിയാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നഷ്ടപ്പെട്ടിട്ട് യൂസുഫിന് എന്ത് സംഭവിച്ചു എന്ന് യാക്കൂബ് നബിക്ക് അറിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ അറിയുന്നേ? വയറ്റിലുള്ള കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ട് പറയാ പെണ്ണിനെ ആണാക്കുക. അവിടെയൊക്കെയാണ് നമ്മുടെ തിരിച്ചറിവ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന ഖുറാഫാത്തുകളെയൊക്കെ നിഷേധിക്കുകയും അതിന്റെയൊക്കെ പൊള്ളത്തരങ്ങളൊന്നും പഠിപ്പിക്കുന്ന ഈ ചരിത്രത്തിലൂടെയാണ്. യൂസുഫ് നബി ആകുന്ന പൊന്നാര മകൻ നഷ്ടപ്പെട്ട യാക്കൂബ് നബി ദുഃഖം കൊണ്ട് കരഞ്ഞ് കണ്ണിന്റെ കൃഷ്ണമണി മറിഞ്ഞ് വെള്ളയായി. ഖുർആൻ പറയാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദുഃഖത്തിന്റെ ആഴം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാക്കൂബിന്റെ കണ്ണ് വെള്ളയായി. കൃഷ്ണമണിയില്ല, ഫുള്ള് വെള്ളല്ല. കണ്ണോട്ടുമ്പോ ചിലത് കണ്ടില്ലേ, ഫുള്ള് വെള്ള. സങ്കട കരഞ്ഞ് 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 ആരാ കരയുന്നേ? ഒരു നബി. ആ സമയത്ത് യൂസുഫ് നബി എന്താ ചെയ്യുന്നേ? യൂസുഫ് നബി ജീവിക്കാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓരോ ഘട്ടങ്ങളും താണ്ടി 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 ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആരറിയുന്നില്ല? യാക്കൂബ് നബി അറിയുന്നില്ല. ഒരു പ്രവാചകനെ ഇങ്ങനെ കരയിപ്പിക്കണോ അള്ളാഹുവിനെ? ഒരു പ്രവാചകനെ ഇത്ര കണ്ട് സങ്കടപ്പെടുത്തണോ? ഹടാമളായിരിക്കേണ്ടത് ഒരാള് ഇന്ന ഷേഖ് ഇന്ന കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിനെ ഓർത്താ മതി. യാക്കൂബ് നബിനെ ഓർത്താ മതി. ഇയാൾക്ക് ഗൈബ് അറിയും, ഇയാള് വലിയ ഔലിയാണ്, ഇയാള് വലിയ തങ്ങളാണെന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിന്റെ അത്ര നിർത്തൂലല്ലോ. ഏതായാലും നമുക്ക് മുഹമ്മദ് നബിനെ കുറിച്ച് പിന്നെ പറയാം. നമുക്ക് മേലുള്ള പ്രവാചകന്മാരെത്തിട്ടല്ലേ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ എത്തേണ്ടത്. യാക്കൂബ് നബി അറിഞ്ഞില്ല, വർഷങ്ങൾ അറിഞ്ഞില്ല. മോനെന്ത് പറ്റി? രണ്ടാമത്തെ തവണ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ റേഷൻ നൽകുന്ന ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായി ചുമതലയേറ്റു അല്ലെ. അതിന്റെ ഇടയിൽ ഒരുപാട് കഥകൾ കഴിഞ്ഞു. ആളുകള് ക്ഷാമം വന്നു. ആ ക്ഷാമം ആരുടെ വീടിനെയും ബാധിച്ചു? യാക്കൂബ് നബിയാകുന്ന ഒരു പ്രവാചകന്റെ വീടിനെ ബാധിച്ചു. തിന്നായില്ല. അതൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഒരു പ്രവാചകൻ രാജാവായിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വാണവരല്ല. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭാര്യ മക്കളൊക്കെ ഉണ്ട്. നോക്കിയ ക്ഷാമാണ്. നിങ്ങൾ പോയി കൊട്ടാരത്തിൽ പോയിട്ട് എന്തെങ്കിലും അരി വാങ്ങിട്ട് വാ, റേഷൻ വാങ്ങിട്ട് വാ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കള് പോവാണ്. സാധാ മനുഷ്യന്മാരാണ് പ്രവാചകന്മാർ. എന്നിട്ടാണ് വലിയ ചാറും വലിയ പച്ചയും മൂടി വലിയ തൊപ്പിയും കൊടുത്ത് വലിയ തട്ടവും കൊടുത്ത് പൂമാല ഇട്ടിട്ട് ഇതങ്ങനെ ഷെയ്ഖാണ്, ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അവരെ മഖബറകളൊക്കെ അവസ്ഥ എന്താ? ഒരു പ്രവാചകന്റെ വീട്ടിൽ പട്ടിണിയായിട്ട് റേഷന് വേണ്ടിയിട്ട് മക്കള് പറഞ്ഞേക്കാണ് ഇങ്ങോട്ട് കൊട്ടാരത്തിലേക്ക്, റേഷൻ വാങ്ങിട്ട് വാ മക്കളെ. അങ്ങനെയാണ് പോകുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടവർക്ക് തിരിച്ചറിഞ്ഞില്ല. യൂസുഫ് നബി പറഞ്ഞു, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഉപ്പയും ഉമ്മയും അനിയനൊക്കെ ഉള്ളത്. അനിയനെ കൂട്ടിട്ട് വരണമെന്ന് പറഞ്ഞു. അവര് വിസമ്മതിച്ചു. അനിയനെ വിടാൻ സാധ്യതയില്ല. നോക്കിയാൽ നമ്മൾ യൂസുഫിനെ തന്നെ കൊണ്ട് കളഞ്ഞിട്ടുള്ളത്. ഉപ്പ എന്തായാലും ബിനിയാമീൻ എന്ന പേര് അനിയൻ, ബിനിയാമീനെ വിടാൻ സാധ്യതയില്ല, കൊണ്ടുവന്നേ പറ്റും. യൂസുഫ് നബി പറഞ്ഞു കൊണ്ടുവന്നേ പറ്റും. അങ്ങനെ ബാപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബാപ്പ റേഷൻ തരണമെങ്കിൽ രാജാവ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അനിയനെയും കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞു. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക? നിങ്ങൾ യൂസുഫിനെ കളഞ്ഞവരാണ്. നമുക്ക് വേറെ വഴിയില്ല ബാപ്പ, നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചോളാം. ആ സമയത്ത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ബിനിയാമിനെ കൊടുക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് വല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീം. ആദ്യം പറഞ്ഞെന്താ? ചെന്നായി പിടിക്കുന്ന എനിക്ക് പേടിയുണ്ട്.
എന്നാ പിടിക്കുന്ന എനിക്ക് പേടിയുണ്ട്. രണ്ടാമത് ബിന്യാമീൻ അവരെ കൂടെ പറഞ്ഞേക്ക് പറഞ്ഞു, വല്ലാഹു ഖൈറുൻ ഹാഫിള, ഇവനെ സംരക്ഷിക്കാൻ അള്ളാഹു ഏറ്റവും ഖൈറായവനാണ്, അള്ളാഹു സംരക്ഷിച്ചോളന്നവൻ. നേരത്തെ തബഈയായ സാധാരണ ഉണ്ടാകുന്ന ഒരു പേടിയാണ് പ്രവാചകനെ യാക്കൂബ് നബിയുടെ വായിൽ നിന്ന് വന്നത്. പക്ഷെ അവിടെ പോലും അള്ളാഹു ഒരു പ്രവാചകനിൽ നിന്നും അതുപോലും കേൾക്കാൻ അള്ളാഹു താല്പര്യപ്പെടുന്നില്ല. അവിടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുവരല്ലേ, നമ്മളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കും, അതൊന്നല്ല പ്രിയപ്പെട്ടവരെ തൗഹീദ്. നമ്മൾ ഈ ജിന്നിന്റെയും വിഷയത്തിൽ, മലക്കിന്റെയും വിഷയത്തിൽ, ഔലിയാക്കളുടെ വിഷയത്തിൽ നമ്മൾ എന്തിനാ കടുകേറിക്കൊണ്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? അള്ളാഹുവിന്റെ കൂടെ ഒന്നിനെയും പറ്റൂല. മനുഷ്യനോട് പോലും അമിതമായുള്ള ചോദ്യം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മനുഷ്യനോട് പോലും, അള്ളാഹു അനുവദിച്ച മനുഷ്യനോട് പോലും ഒരു പരിധി വിട്ടുള്ള ചോദ്യം അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ലയുബ്ഗിദു സായിലൽ മുൽഹിഫ്. അമിതമായിട്ട് ചോദിക്കാം, മനുഷ്യന്റെ കയ്യിലുള്ള കാര്യം അമിതമായിട്ട് എനിക്ക് തരും, എന്റെ ആവശ്യം അനുവദിച്ചതാണ് അല്ലെ, തആവനു അലൽ ബിർരി വത്തഖ്വ, അല്ലാഹു അനുവദിച്ചതാണ്. പക്ഷേ എങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, വഇദാ സഅൽത ഫസ്അലില്ല, നീ എന്ത് വേണമെങ്കിലും അല്ലാഹുവിനോട് പറ. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ, എന്തു അത് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടുള്ളത്, ചോദിക്കാൻ പാടില്ലാത്തതില്ല. ചെറിയൊരു ആവശ്യമാണ്, ചെറിയൊരു ആവശ്യം, ഒരു 100 റുപ്യന്റെ അല്ലെങ്കിൽ ഒരു 10 റിയാലിന്റെ ആവശ്യമാണ്. അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ എനിക്ക് എന്തൊരാവശ്യം, നാശ്ത കഴിച്ചിട്ടില്ല, കയ്യിൽ പൈസ ഇല്ല, 10 റിയാല് കൂടുതലുള്ള ആരെയും ഒരു ഗ്രൂപ്പ് മെസ്സേജ്, 10 റിയാൽ ആരെങ്കിലും എനിക്ക് അയക്കോ എന്ന് പറഞ്ഞാൽ എന്തായാലും 10, 20, 30, 40 കിട്ടും. അള്ളാഹുവേ എനിക്ക് നാശ്ത കഴിക്കാൻ ഒരു 10 റിയാല് വേണം, എന്റെ കയ്യിലില്ല, നീ താ അല്ലാഹ്, പറയൂടെ? അള്ളാഹിനോട് പറയണം, അള്ളാഹിനോട് പറയണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, അള്ളാഹ് റസൂൽ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അള്ളാഹിനോട് പറയണം. അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹിനോട് പറയണം. മനുഷ്യരിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന സബബ് ഉണ്ടെങ്കിലും ആ സബബിലേക്ക് തേടുന്നതിന് മുമ്പ് നിങ്ങൾ ആരോട് വിഷയം പറയണം? അള്ളാഹു സബബ് നിശ്ചയിച്ചിട്ടുണ്ട്, അതിനുശേഷം ആ സബബിലേക്ക് പോകാം, അനുവദിച്ചതാണ്. അത്ര ക്ലിയർ ആവണം തൗഹീദ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് ശ്രദ്ധിക്കും. രണ്ടാമത് പറഞ്ഞത് വല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹുവാണ് സംരക്ഷിക്കാൻ ഏറ്റവും നല്ലവൻ. അങ്ങനെയാണ് ബിന്യാമീനെ വിടുന്നത്, അള്ളാഹു സംരക്ഷിക്കും. എന്താ സംഭവിച്ചത്? ഒരു പ്രവാചകൻ അള്ളാഹു ഉരുക്കി 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 പൊന്നാക്കാണ്. എല്ലാ നബിമാരുടെ ചരിത്രം അതാണ്. നമ്മളതിന്റെ കയമ്പ് പഠിക്കേറ്റാണ്. മൂസാ നബിന്റെ കുറെ വടിയും പാമ്പും, കുറെ അടിയും, കുറെ കടലും, അതൊന്നല്ല മൂസാ നബിയുടെ ചരിത്രം. അതിന്റെ ഉള്ളിലുണ്ട് ആ ഓരോ ചരിത്രത്തിന്റെ വരികൾക്കിടയിലും അത്ഭുതങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ബിന്യാമിനെ പറഞ്ഞു വെച്ചു, പോ, ഏതായാലും അള്ളാഹ് സംരക്ഷിക്കും. തിരിച്ചെങ്ങനെ വന്നത്? ബിന്യാമിനെ അവർ പിടിച്ചു വെച്ചു. കാരണം യൂസുഫ് നബിന്റെ അനിയനെ കണ്ടു. ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഈ വിതരണം ചെയ്യുന്ന പാത്രം, ആ പാത്രം ബിന്യാമിന്റെ സഞ്ചിയിലിടണം അല്ലെ. നമുക്കറിയാം, ബിന്യാമിന്റെ സഞ്ചിയിലിടണം. അങ്ങനെ സഞ്ചിയിലിട്ടിട്ട് ഇവരൊക്കെ പോവാൻ കഴിയുമ്പം അവിടെ വിളിച്ചു പറഞ്ഞു, യാത്രാ സംഘമേ, നിങ്ങൾ കള്ളന്മാരാണ്. അപ്പൊ ഇവര് തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല, നമ്മൾ കള്ളന്മാരല്ല, നമ്മൾ നബീന്റെ മക്കളാണ്, നമ്മൾ മോഷ്ടിക്കില്ല, നമ്മൾ നബിയുടെ മക്കളാണ്. ഇല്ല, നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം, അഥവാ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയാൽ എന്താണ് അവന്റെ ശിക്ഷ? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ആരിൽ നിന്നാണോ കിട്ടുന്നത് അവനാണ് അതിന്റെ ശിക്ഷ, നിങ്ങൾക്ക് അവനെടുക്കാം. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു പറയാണ്, കദാലിക കിദ്നാ ലി യൂസുഫ്, യൂസുഫിന് വേണ്ടി ഞാൻ തന്ത്രം മെനഞ്ഞു. ആരാ പറയുന്നത്? അള്ളാഹ് പറയാണ്, യൂസുഫിന് വേണ്ടി ഞാൻ തന്ത്രം മെനഞ്ഞു. യൂസുഫ് നബി അള്ളാഹ് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ടീം ഓരോരുത്തർ സഞ്ചി പരിശോധിച്ചു. അവസാനം യൂസുഫ് നബിയുടെ അനുജൻ ബിന്യാമിന്റെ സഞ്ചി പരിശോധിക്കാനാണ് തീരുമാനം. അങ്ങനെ അവസാനം പരിശോധിച്ച് സാധനം കിട്ടി. അവർ പിടിച്ചു വെച്ചു. ആ സമയത്ത് ഈ സഹോദരന്മാർ പറഞ്ഞു, ഇവന്റെ കയ്യിൽ നിന്നാ കിട്ടിയെങ്കിൽ ഇവൻ കള്ളനാണ്. അല്ലയോ, യൂസുഫ് നബിയുടെ ദേഷ്യം അവർക്ക് തീർന്നിട്ടില്ല. ഇവനൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു പണ്ട്, യൂസുഫ്. ഇതാരോടെ പറയുന്നത്? യൂസുഫ് നബിയോടെ പറയുന്നത്. അവർക്ക് തിരിഞ്ഞിട്ടില്ല നമ്മൾ സംസാരിക്കുന്ന ആള് യൂസുഫാണ്. ഇവനൊരു പണ്ടൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ഓനും കള്ളനാണ്. അപ്പൊ ഇവനും കള്ളൻ തന്നെ ഇരിക്കും.
അള്ളാഹ് പറയാണ് ഖുർആനിൽ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു നിന്നു. ഇത് കേട്ടിട്ട് ക്ഷമിച്ചു നിന്നു. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ബിന്യാമിനെ പിടിച്ചു വെച്ചു, അവരോട് പോകാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, രാജാവേ, നമുക്ക് പ്രായമായ ഉപ്പയുണ്ട്, ഇവനെ പിടിച്ചു വെച്ചാൽ ഇവന്റെ മുമ്പ് നമ്മൾ ഇവന്റെ ജ്യേഷ്ഠനെയും ഇതുപോലെ കൊണ്ടുപോയിരുന്നു, നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇവനെ കൊണ്ടുപോവാതിരുന്നാൽ ഉപ്പ ചിലപ്പോൾ നമ്മളെ ചീത്ത പറയും, ഉപ്പ വല്ലാതെയാവും. ഇപ്പോഴേ പകുതിയായി, ആള് നാശത്തിലേക്ക്, മരണത്തിലേക്ക് എത്തി. ഇനി ഈ സങ്കടവും കൂടി താങ്ങാൻ നമ്മളെ ബാപ്പാക്ക് കഴിയില്ല. അതുകൊണ്ട് യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ ഫഖുദ് അഹദനാ മകാന, ഇവന്റെ സ്ഥാനത്ത് നമ്മളിൽ ഒരാളെ പിടിച്ചു വെച്ചു. കാരണം ഇനിയും യാക്കൂബ് നബിന്റെ മുമ്പിലേക്ക്, ബാപ്പാന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഫഖുദ് അഹദനാ മകാന, രാജാവേ, ഇവരുടെ സ്ഥാനത്ത് നമ്മളിൽ ഒരാളെ പിടിച്ചു വെച്ചു, ഇവൻ നമുക്ക് വിട്ടു തരണം, ഇവനില്ലാതെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു, ഖാല മഅദല്ലാഹ്, അത് ശരിയാവില്ല. അങ്ങനെ ശരിയാവാ? ആരാണോ കുറ്റം ചെയ്തത് അവനെ അല്ലാതെ വേറെ ആളെ പിടിക്കുക, അത് ശരിയാവില്ല. ഇർജിഉ ഇലാ അബീകും ഫഖൂലു യാ അബാന ഇന്ന ഇബ്നക സറഖ്, നിങ്ങൾ പോ ബാപ്പാന്റെ അടുത്തേക്ക്, എന്നിട്ട് ബാപ്പാനോട് പറ നിങ്ങളെ മോന് കട്ടിട്ടുണ്ട്. ഇവരങ്ങോട്ട് മീറ്റിംഗ് കൂടിയിട്ട് മാറി നിന്നിട്ട് എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. അത് കൂട്ടത്തിലുള്ള വലിയവും പറഞ്ഞു. അവരങ്ങോട്ട് മാറി നിന്നു. ഇത് തീരുമാനം കോടതിയിൽ നിന്ന് രാജാവിന്റെ അടുത്ത് തീരുമാനം വന്നു. അവരങ്ങോട്ട് മാറി നിന്നിട്ട് ചർച്ച ചെയ്തു. ഏട്ടന്മാര് സഹോദരന്മാർ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, എന്താ ചെയ്യാ? കൂട്ടത്തിൽ വലിയവും പറഞ്ഞു, നോക്കിയേ, യൂസുഫിനെ നഷ്ടപ്പെടുത്തി നമ്മളിത് ബാപ്പാക്ക് വാക്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ ബിന്യാമിനെ കൊണ്ടുവന്നത്. ഇനി ബിന്യാമിനെ കൂട്ടാണ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാ, ഞാൻ ഏതായാലും വീട്ടിലേക്കില്ല. എന്റെ ബാപ്പ എനിക്ക് അനുവാദം നൽകുകയോ അല്ലെങ്കിൽ അള്ളാഹു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് വരെ ഞാൻ വീട്ടിലേക്കില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം. അപ്പൊ അവര് തീരുമാനം ഉണ്ടായി, ഇർജിഉ ഇലാ അബീകും, നിങ്ങൾ ഉപ്പാന്റെ അടുത്തേക്ക് പോ, എന്നിട്ട് പറ, ഉപ്പ ഇങ്ങനെ മോൻ കട്ടിട്ടുണ്ട്, ഉള്ളത് പറഞ്ഞു, മോൻ മോഷ്ടിച്ചിട്ടുണ്ട്, എന്നാൽ ഉപ്പ വിശ്വസിക്കോ. കാരണം മുമ്പ് അതേപോലെ എന്തോ ഇവര് ബഹാന പറഞ്ഞിട്ടാണ് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പാപ്പ ഇങ്ങനെയാണ് സംഭവം, നമ്മൾ വിശ്വസിക്കണം. നമ്മൾ സത്യ പറയുന്നത്. നമ്മൾ വേണമെങ്കിൽ നമ്മളെ കൂടെ വന്ന യാത്രാ സംഘത്തോട് ചോദിച്ചോ, നമ്മളെ കൂടെ വന്ന ഒട്ടകക്കാരോടും ചരക്കുകാരോടും നമ്മുടെ കൂടെ ഇതേപോലെ റേഷൻ വാങ്ങാൻ വന്ന ആളോട് ചോദിച്ചോ, നമ്മൾ സത്യ പറയുന്നത്. ഇങ്ങനെ ബിന്യാമീൻ മോഷ്ടിച്ചു, എന്നിട്ട് ബിന്യാമിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ വാക്കിൽ നിന്നും ഒരു പ്രവാചകന്റെ ജീവിതം മുഴുവനും അള്ളാഹു ആ പ്രവാചകനെ കരയിപ്പിച്ചു. രണ്ടാമത് ബിന്യാമീൻ നഷ്ടപ്പെട്ടു. രണ്ടാൾ നഷ്ടപ്പെട്ടിട്ട് ഒരു ബാപ്പ ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ രണ്ട് നഷ്ടങ്ങൾ. ആ സമയത്ത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ അള്ളാഹുവിനോട് പറഞ്ഞത്? ഖാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹ്, നിന്നോടല്ലാതെ എനിക്ക് എന്റെ പരാതി പറയാനില്ല. ഒരു പ്രവാചകൻ സങ്കടപ്പെട്ട് എല്ലാ ആശയും മറ്റ് ഒന്നും ചെയ്യാനില്ല. എവിടെയെങ്കിലും പോയി നോക്കാനുള്ള ആരോഗ്യമില്ല. പ്രായമായി കിടക്കുന്ന വാപ്പ സ്വന്തം മക്കള് തന്നെ സ്വന്തം രണ്ട് മക്കളെ കൊണ്ട് എവിടെയോ കൊണ്ട് കളഞ്ഞേക്കുക. എന്നിട്ട് ഒന്ന് പറയും, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് പറയാണ് ഖുർആനിൽ ഈ ഒരു അവസ്ഥയൊക്കെ വിശദീകരിച്ചിട്ട് അല്ലാഹ് പറയാണ്, അവസാനം യാക്കൂബ് ദുആ ചെയ്തു, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹ്, എന്റെ സങ്കടം, എന്റെ മനോദുഃഖം എനിക്ക് നിന്നോടല്ലാതെ പരാതി പറയാനില്ല അല്ലാഹുവേ. എന്നിട്ട് ഈ ദുആ ചെയ്തിട്ട് മക്കളോട് പറഞ്ഞു, യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസു മിൻ റഹ്മത്തില്ലാഹ് മിൻ റൗഹില്ലാഹ്. അള്ളാഹുവിനോട് ഈ വാക്കുകൾ ദുആ ചെയ്തതിന് ശേഷം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയാണ്, മക്കളെ, നിങ്ങൾ പോയിട്ട് തെരഞ്ഞു നോക്ക്. യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനെയും നിങ്ങൾ തെരഞ്ഞു നോക്കി, എവിടെന്നെങ്കിലും കിട്ടും.
വലാ തയഅസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശരാവേണ്ട. ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. എല്ലാ ആശയും അല്ലെ, എല്ലാം തകർന്ന് തെരിപ്പടമായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വീണ്ടും പറയാണ്, ഒന്ന് പോയി തെരഞ്ഞു നോക്ക്. വർഷങ്ങളായി നഷ്ടപ്പെട്ട യൂസുഫിനെയും തിരയാനാണ് യാക്കൂബ് നബി പറയുന്നത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, എന്നിട്ടും പറയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് മക്കളെ നിരാശരാവണം. അപ്പോഴും യാക്കൂബ് നബിക്ക് എന്ത് പ്രതീക്ഷയുണ്ട്? യൂസുഫ് തിരിച്ചു വരും, യൂസുഫിന് എനിക്ക് കിട്ടും. ഞാൻ എൻ്റെ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സങ്കടങ്ങൾ അള്ളാഹിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ യൂസുഫിന് എനിക്ക് കിട്ടും, എൻ്റെ യൂസുഫിനും എൻ്റെ യൂസുഫിന് അനിയൻ ബെന്യാമീനെയും എനിക്ക് കിട്ടും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ പോയി തെരഞ്ഞോക്ക്. വലാ തയഅസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ റൗഹിൽ നിന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാവേണ്ട. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിരാശരാവൂല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് തെരഞ്ഞു നോക്ക്, എന്റെ മക്കളെ കിട്ടും, അള്ളാഹ് തരും. അള്ളാഹിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം സംഭവിച്ചത് എന്താ? എല്ലാം അള്ളാഹു സമൃദ്ധമായി തിരിച്ചു കൊടുത്തു, അല്ലെ? ചരിത്രത്തിന്റെ അവസാനം അങ്ങനെയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത വരവില് ഇവർക്ക് എന്ത് കൊടുത്തു? റേഷൻ കുറച്ചധികം കൊടുത്തു. വീട്ടിലെത്തി നോക്കുമ്പോഴത്തേക്ക് അധികമുണ്ട്. അവരോട് പറഞ്ഞു, അടുത്ത വരവിന് ബാപ്പാൻ ഹിമാനി കൂട്ടിയിട്ട് വരണം. അങ്ങനെ ഇവരെല്ലാരും വന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് യൂസുഫ് നബിയുടെ ബാപ്പ യാക്കൂബ് നബി, അങ്ങനെ എല്ലാവരും വന്നിങ്ങനെ നിൽക്കുകയാണ്. രാജാവിന്റെ മുമ്പിൽ പ്രജകൾ തലകുനിക്കുന്നത് പോലെ പ്രജയായിക്കൊണ്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും മക്കളും ഭാര്യയും എന്നിട്ട് ഇങ്ങനെ തലകുനിച്ചു. ആ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അബതി, ബാപ്പാ, ഹാദാ തഅ്വീലു റുയായ ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ. ബാപ്പാ, ഞാൻ പണ്ട് കണ്ട ഒരു സ്വപ്നം ഉണ്ടല്ലോ, ഒരു സൂര്യനെയും ഒരു ചന്ദ്രനെയും 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്. ബാപ്പാ, ആ സ്വപ്നം അള്ളാഹു സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യമുള്ള വാക്ക്, രണ്ടാമത് ബെന്യാമീൻ കൊടുക്കുമ്പോഴുള്ള വാക്ക്, രണ്ടുപേരെയും നഷ്ടപ്പെട്ടപ്പോൾ യാക്കൂബ് നബി അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച സങ്കടം, അള്ളാഹുവിനോട് പ്രതീക്ഷ നഷ്ടപ്പെടാതെ, ആ ഒരു ആശ അറ്റുപോവാതെ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും മകൻ യൂസുഫിന്റെ വിഷയത്തിൽ നിങ്ങൾ പോയി തെരഞ്ഞു നോക്ക്, യൂസുഫിനെ കിട്ടുമെന്ന് പറഞ്ഞ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ. ഇതൊക്കെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ആകത്തുക നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ അങ്ങനെ ആവണം. എന്തിനും ഏതിനും നമുക്ക് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ആരുമില്ല. രണ്ടാമതൊരാളില്ല, രണ്ടാമതൊരു വസ്തുവില്ല, പൈസ ഇല്ല, ആരോഗ്യമില്ല, ഒന്നുമില്ല. ഇല്ല ഇല്ല, അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇതൊന്നുമില്ല. ആ രൂപത്തിലാണ് നമ്മൾ തൗഹീദ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ ആരെയും എന്തിനേയും പ്രവേശിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കളെ അങ്ങനെയുള്ള തൗഹീദാണ് പഠിപ്പിച്ചത്. കളങ്കമില്ലാത്ത തൗഹീദ്, അത്തൗഹീദുൽ ഖുല്ലസ്, നിഷ്കളങ്കമായ പ്യൂർ തൗഹീദ്. എന്റെയും എൻ്റെ റബ്ബിന്റെയും ഇടയിൽ വേറെ ഒന്നും വേണ്ട. അള്ളാഹു അനുവദിച്ച സബബിനെ ഇസ്തിഅ്മാൽ ചെയ്യാനേ അള്ളാഹു നമുക്ക് പെർമിഷൻ തന്നിട്ടുള്ളൂ. ഇഅ്തിമാദ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഉപയോഗിക്കാനുള്ള പെർമിഷനേ ഉള്ളൂ. അതിലേക്കങ്ങ് ചായാൻ, അതിനെ മെയിൻ ഒരു സംഗതിയാക്കാൻ ഉള്ള പെർമിഷൻ തന്നിട്ടില്ല. പൈസ ഉപയോഗിച്ചോളൂ നിങ്ങൾ ആവശ്യത്തിന്, പക്ഷെ പൈസയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എന്ന രൂപത്തിലേക്ക് മനസ്സ് പോയാൽ അവിടെ ശിർക്ക് വന്നു. ശിർക്ക് എന്ന് പറഞ്ഞാൽ ജാറത്തിൽ പോയി സുജൂദിൽ മാത്രമല്ല, തങ്ങളോട് വിളിക്കുന്ന മാത്രമല്ല, ഒരാൾക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താൻ, എനിക്ക് അത്യാവശ്യത്തിന് പൈസയുണ്ട്, ബാങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട്, എൻ്റെ ജോലി, എനിക്കൊന്നും സംഭവം, എൻ്റെ ജോലിയിൽ നല്ല ശമ്പളം ഉണ്ട്, നല്ല ജോലിയാണ്, ജോലി പോകാൻ വലിയ സാധ്യത ഒന്നുമില്ല, കാരണം ഓണർ എൻ്റെ അടുത്ത ശങ്കാണ്, മൂപ്പർ അങ്ങനെ തന്നെ പുറത്താക്കൂല. ഇതൊക്കെ തൗഹീദിൽ വരുന്ന പ്രശ്നങ്ങളാണ്. എന്റെ പ്രശ്നം പരിഹരിക്കാനും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും എൻ്റെ റബ്ബിന് പുറമെ ചില റബ്ബുകളെ, ചില അർബാബുകളെ നമ്മുടെ മനസ്സിൽ നമ്മൾ കുടിയിരുത്താണ്. അത് സമ്പത്തായിട്ടാവാം, അധികാരമായിട്ടാവാം, സ്വാധീനമായിട്ടാവാം, ജോലിയായിട്ടാവാം, എന്തു ആവാം. ഒന്നിനെയും ഇഅ്തിമാദ് ചെയ്യരുത്, ഇസ്തിഅ്മാൽ ചെയ്യുക, ഉപയോഗിക്കുക. എൻ്റെ ജോലി, ഇന്ന് ജോലി പോവാം, ഇന്ന് ജോലി പോയാലും നാളെ ജോലി പോയാലും മറ്റന്നാൾ ജോലി പോയാലും ഇനി ജോലിയേ ഇല്ലാതായാലും എൻ്റെ റാസിഖ് അന്നും ഇന്നും അല്ലാഹുവാണ്.
ആ അള്ളാഹുവിനെ ആ അള്ളാഹു അന്നും റാസിഖാണ്, ഇന്നും റാസിഖാണ്. അതെനിക്ക് ജോലി കിട്ടിയാലും ശരി, എന്റെ ജോലി നഷ്ടപ്പെട്ടാലും ശരി, എന്റെ ബിസിനസ് ഇടിഞ്ഞാലും ശരി, അല്ലെങ്കിലും ശരി, എന്റെ എങ്ങനെയായാലും എന്റെ റാസിഖ് അന്നും അള്ളാഹുവാണ്, ഇന്നും അള്ളാഹുവാണ്. അതുകൊണ്ട് ഇഅ്തിമാദുൽ അസ്ബാബ് പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഇഅ്തിമാദുൽ അസ്ബാബ് ശിർകുൻ ഫി തൗഹീദ്. അസ്ബാബുകളെ ഇഅ്തിമാദ് ചെയ്യൽ ശിർക്കാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനും ഏതിനും ഹത്ത ശൗകത യുശാഖുഹ ഹത്ത ശിസ്അന അലൈഹി, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ അള്ളാഹിനോട് പറയണം. ആ രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ലൈസ ബൈനി വബൈനല്ലാഹി അഹദ്, ലൈസ ബൈനി വബൈനല്ലാഹി ഷൈ, എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ എനിക്ക് വേറെ ആരും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. എന്റെ കാര്യങ്ങൾ നടത്താൻ, എന്റെ ജോലിക്ക്, എന്റെ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ ഇസ്തിഅമാൽ ചെയ്യുന്ന കേവലം ഭൗതികമായ അള്ളാഹു അനുവദിച്ചൊരു അസ്ബാബ് മാത്രം. അതിലൊന്നല്ല എന്റെ കാര്യം. എന്റെ റിസ്ക് അത് അള്ളാഹു എനിക്ക് നൽകുന്നു. അതിന് അള്ളാഹു ഉണ്ടാക്കിയ സബബുകൾ ഇന്നതൊക്കെയാണ്. അത് ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാളെ പോകാം, ഖലാസ്. പ്രിയപ്പെട്ടവരെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ അള്ളാഹു ഈ രൂപത്തിൽ ഇനിയും ദഖീഖായിട്ട് ഓരോ വാക്കുകളും ഓരോ ആയത്തുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് ഇറങ്ങി പഠിച്ചാൽ അള്ളാഹുവിനെ ഇങ്ങനെ നമുക്ക് വരച്ച് കാണിച്ചു തരാം. ആരാണ് അള്ളാഹു? എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുക? എങ്ങനെയാണ് നിങ്ങൾ എടുക്കുക? എങ്ങനെയൊക്കെ നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കും? എങ്ങനെയൊക്കെ സങ്കടങ്ങൾ ഉണ്ടാക്കും? യാക്കൂബ് നബിനെ എങ്ങനെയൊക്കെ കരയിപ്പിച്ചിട്ടാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബിയായിട്ട് സ്വർഗത്തിൽ ആനന്ദിക്കുക? എങ്ങനെയായിരിക്കും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ കരയിപ്പിച്ച് പട്ടിണി കിടത്തിയിട്ട് ആദ്യം സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ ഉടമസ്ഥനായ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിച്ചവർ ഇന്നും നാളെ ആഖിറത്തിലും എപ്പോഴും സംതൃപ്തരായിരിക്കും, വലിയ റാഹത്തിലായിരിക്കും, വലിയ ആശ്വാസത്തിലായിരിക്കും. മനസ്സിന് വലിയ ധൈര്യമാണത് തൗഹീദ്, മനസ്സിന് വലിയ ആനന്ദമാണ് തൗഹീദ്, മനസ്സിന് വലിയ ഉന്മേഷമാണ് തൗഹീദ്. അതുകൊണ്ട് മുറുകെ പിടിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ആരെയും വേണ്ട എന്ന് നമ്മളായിട്ട് തീരുമാനിക്കുക. ആ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക, കേട്ടോണ്ടേയിരിക്കുക, അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് ഒമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ അൾമത്ത് എന്താണ്, അള്ളാഹുവിന്റെ കിബ്രിയ എന്താണ് എന്നതിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, കേട്ടോണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. നല്ല മുവഹിദായി ജീവിക്കാനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നല്ല മുവഹിദായി അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.